ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയതിനെപ്പറ്റി ജി സുധാകരൻ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്നു. റോഡ് പുനർനിർമ്മാണത്തിനായി ഒന്നാം LDF സർക്കാർ 1000 കോടി അനുവദിച്ചെന്നും രണ്ടാം LDF സർക്കാർ ഇതിലെ 350 കോടി തിരിച്ചെടുത്തു എന്നുമായിരുന്നു ജി സുധാകരന്റെ വാദം. എന്നാൽ ആധികാരിക രേഖകൾ ജി സുധാകരന്റെ വാദം വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുന്നു. കാലവർഷത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ AC റോഡിൽ ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് AC റോഡ് പുനർനിർമ്മാണം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. LDF സർക്കാരിനെ താറടിക്കാൻ അമ്പലപ്പുഴ MLA ജി സുധാകരൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ ചർച്ച ഉയരുന്നതെങ്കിലും ജനങ്ങൾക്ക് വസ്തുത തിരിച്ചറിയാൻ അത് നല്ലൊരു അവസരം കൂടിയായി മാറുകയാണ്. നിലവിലെ AC റോഡിൽ ചില ഭാഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിനെ പറ്റി ജി സുധാകരൻ പറയുന്നത് ഇങ്ങനെ: AC റോഡിൽ വെള്ളം കയറി, റോഡ് നിർമ്മിച്ചതിന്റെ കുഴപ്പമാണ്. അത് തുടങ്ങി 1000 കോടി രൂപയാണ് AC റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തത്. ഞാൻ പൊതുമരാമത്ത് ഒപ്പിട്ടാണ് കൊടുത്തത്. ഇവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ജർമ്മൻ ബാങ്കിൽ നിന്നും 4% പലിശയ്ക്ക് പണം എടുത്താൽ കൊടുത്തത്. ഒരു വെള്ളപ്പൊക്കവും വന്നാൽ അവിടെ റോഡിൽ കയറില്ല, അതുപോലെ റോഡ് ഡിസൈൻ ചെയ്യാനാവും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് ഏറ്റവും ഉയർന്ന നിരക്കെടുത്തിട്ട് അതിൽ നിന്ന് വീണ്ടും 2 ഇഞ്ച് പൊക്കത്ത് പടിയാനാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയുടെ ട്രിവാൻഡ്രത്തുള്ള പീഠപ്പിള്ളിയുടെ വർക്ക്ഷോപ്പിൽ 6 മാസക്കാലം നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയാണ് ആ റോഡ് നിർമ്മിച്ചത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് മാറി, ഞങ്ങളുടെ ഗവൺമെൻറ് മാറി, കഴിഞ്ഞ ഗവൺമെൻറ് അവരെന്ത് ചെയ്തു? 350 കോടി രൂപ തിരിച്ചെടുത്തു. 1000 കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുക. 350 കോടി രൂപ തിരിച്ചെടുത്ത റോഡ് പ്രോജക്റ്റ് ആകെ തകടം പറഞ്ഞു. വസ്തുതകൾ തുറന്നുകാട്ടുന്ന ആധികാരിക രേഖകൾ ജനങ്ങൾക്ക് മുന്നിൽ ഉള്ളപ്പോഴാണ് സുധാകരന്റെ ഈ നുണപ്രചരണം. ഇതിലെ യാഥാർത്ഥ്യം എന്തെന്നാൽ 2018 പ്രളയത്തിൽ മുങ്ങിയ AC റോഡിന് ശാപമോക്ഷം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF സർക്കാർ AC റോഡിന്റെ പുനർനിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അപ്ഗ്രഡേഷൻ ഓഫ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇൻടു സെമി എലവേറ്റഡ് ഹൈവേ എന്ന പേരിൽ ഈ നിർമ്മാണം LDF സർക്കാർ ഏറ്റെടുത്തത്. അടങ്കൽ തുക 671.6 കോടി രൂപയ്ക്ക് പദ്ധതിക്ക് 20/6/2020 ഭരണാനുമതിയും 30/6/2020 സാങ്കേതിക അനുമതിയും ലഭിച്ചു. പിന്നീട് 17/8/2020 പുതുക്കിയ ഭരണാനുമതി ലഭിച്ച് 27/10/2020 എഗ്രിമെന്റ് വെക്കുന്നു. പദ്ധതിക്ക് തറക്കല്ലിടുന്നതടക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്താണ് എന്നത് രേഖകളിൽ വ്യക്തം. അന്ന് ജി സുധാകരനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അദ്ദേഹം മന്ത്രിയായിരിക്കെ തയ്യാറാക്കിയ DPRലെ ഉയരം അനുസരിച്ചാണ് നിർമ്മാണം നടന്നതും. നിർമ്മാണത്തിനായി 2020 വച്ച എഗ്രിമെന്റിൽ 649.768 കോടി രൂപ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1000 കോടി ഒന്നാം പിണറായി സർക്കാർ നൽകിയെന്നും 350 കോടി രണ്ടാം സർക്കാർ വെട്ടിമാറ്റിയെന്നുമുള്ള ജി സുധാകരന്റെ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമാണ്. ഒന്നാം സർക്കാർ അനുവദിച്ച നയാ പൈസ പോലും രണ്ടാം പിണറായി സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. എന്നാൽ AC റോഡിൽ വെള്ളം കയറാനുണ്ടായ യഥാർത്ഥ കാരണം എന്താണ്? പെയ്ത്തുവെള്ളവും കിഴക്കൻ വെള്ളവും ഒഴുകിപ്പോകുവാൻ തോട്ടപ്പള്ളി പൊഴി മുൻ വർഷങ്ങളിലേതുപോലെ ആഴത്തിലും 300 മീറ്റർ വീതിയിലും യഥാസമയം മുറിക്കാതിരുന്നതാണ് വെള്ളപ്പൊക്കം ഇത്രയും രൂക്ഷമാകാൻ ഇടയാക്കിയത്. ഈ സത്യം അദ്ദേഹം മറച്ചുപിടിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ ചെയ്തതുപോലെ പൊഴി മുറിക്കാൻ ഒരു മുന്നൊരുക്കവും ഇത്തവണ നടത്തിയില്ല. പൊഴി മുറിക്കാൻ ടെൻഡർ പോലും വിളിച്ചില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ വർഷം വരെ MLA മാർ മുൻകൈയെടുത്ത് മെയ് മാസം തന്നെ യോഗം ചേരുമായിരുന്നു. ഇത്തവണ അമ്പലപ്പുഴ MLA ജി സുധാകരൻ അനങ്ങിയില്ല. ഈ പദ്ധതിയുടെ പുതുക്കിയ ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ ക്ഷണിക്കൽ, അതിനുശേഷം എഗ്രിമെന്റ് വയ്ക്കൽ, ഇതെല്ലാം നടക്കുന്നതും ഔദ്യോഗികമായി നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ആ സമയത്ത് ഈ നടപടിയെല്ലാം നടക്കുമ്പോൾ ശ്രീ ജി സുധാകരൻ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അതിനുശേഷം 7 മാസം കഴിഞ്ഞാണ് പുതിയ ഗവൺമെന്റ് വരുന്നത്. 2021 മെയ് മാസം 20-നാണ്. അപ്പോൾ 2020 നടന്ന എഗ്രിമെന്റ് പ്രകാരം 637.71 കോടി രൂപയാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അനുവദിച്ച എല്ലാ രേഖകളിലും ഉള്ളത്. ഇതാണ് വസ്തുത എന്നിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പച്ചയായ കള്ളം എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒന്ന് വ്യക്തമാണ്, കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കിയതിന്റെ ഉത്തരവാദിത്തം ജി സുധാകരന് തന്നെ. സ്വന്തം വീഴ്ച മറയ്ക്കാനും തീർത്തും CPM വിരുദ്ധത കൊണ്ടും മാത്രം സുധാകരൻ നുണക്കഥകൾ പടച്ചുവിടുന്നു എന്നതാണ് ഈ രേഖകളിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പച്ചക്കള്ളം കഴിഞ്ഞ സർക്കാരിന് മേൽ കെട്ടിവെക്കുവാൻ ശ്രമിച്ചാൽ സത്യമല്ലാതാവില്ലെന്ന് ജി സുധാകരൻ മനസ്സിലാക്കണം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.